നമസ്കാരം. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചൂട് കട്ടനിട്ട് കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ച് വെള്ളം ഒഴിച്ച് വെച്ചപ്പോഴാണ് മനസ്സിലായത് ഗ്യാസ് തീർന്നു. നമ്മൾ ചിലരെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഒന്ന് ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് ഗ്യാസ് ഷോർട്ടേജ് ഉള്ള ഈ സമയത്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. ഈ ഒരൊറ്റ ഇൻഡക്ഷൻ മതി. രാവിലത്തെ കട്ടൻ ചായ മുതൽ ബ്രേക്ക്ഫാസ്റ്റും ചോറും നല്ല ഒഴിച്ചുകൂട്ടാനും നല്ല മൊരിഞ്ഞ ഫിഷ് ഫ്രൈയും തോരനും വൈകുന്നേരത്തെ അത്താഴം വരെ നമുക്ക് ഇൻഡക്ഷനിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്യാസ് ഇല്ലാതെ ഒരു ഡേ ഫുള്ളും ഞാൻ ഇൻഡക്ഷനിൽ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് കാണിച്ചു തരാം. കൂട്ടത്തിൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന 1-2 ട്രിക്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. എന്നാ വായോ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് രാവിലത്തെ കട്ടൻ ചായ തന്നെ തുടങ്ങാം. അടി കട്ടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കണം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് പവർ ഒന്ന് കുറയ്ക്കാം. ഇൻഡക്ഷനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച ഗ്യാസിൽ വെള്ളം തിളയ്ക്കുന്നതിനും പെട്ടെന്ന് ഇവിടെ തിളച്ച് കിട്ടും കേട്ടോ. അങ്ങനെ നിമിഷ നേരം കൊണ്ട് കട്ടൻ ചായ റെഡിയായി. ഇനിയിപ്പോൾ എന്താ നോക്കുന്നേ? ആസ്വദിച്ച് രാവിലത്തെ കട്ടൻ ചായയും കുടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് സമയം കളയാതെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചമ്മന്തിക്കുള്ളത് ആദ്യം അരച്ചെടുക്കുവാണേ. എന്നിട്ട് ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള ഒരു കടായി ഇൻഡക്ഷനിൽ വെച്ച് അത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് വറ്റൽമുളകും ചെറുതായിട്ട് അരിഞ്ഞ് കൊച്ചുള്ളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. കൊച്ചുള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ചൂടാക്കിയെടുക്കണം. ചമ്മന്തി പോലുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ ഇൻഡക്ഷനിലെ പവർ കുറച്ച് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കറി കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കറി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റീലിൻ്റെ ഇഡലി പാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇഡലി തട്ടിൽ എണ്ണയും തൂത്ത് ഇൻഡക്ഷനിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. ഒന്ന് ചെറുതായിട്ട് ആവി വരുമ്പോഴത്തേക്കും നമുക്ക് മാവ് ഒഴിച്ച് അടച്ചു വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡലി വെന്ത് കിട്ടും. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഇഡലി തട്ടിന് ഇഡലി വേർതിരിച്ച് വരാൻ വേണ്ടിയിട്ട് ആ തട്ട് കമത്തി വെച്ച് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ തട്ട് നല്ലപോലെ തണുക്കും. അങ്ങനെ നമുക്ക് ഇഡലി പെട്ടെന്ന് അതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റും. ഇനി കാപ്പിയും കൂടി ഇട്ടാൽ പണി തീരും. അതിന് വേണ്ടി ഞാൻ അടി കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് പവർ 2000-900 കുറച്ച് വെച്ചു. ഇല്ലെങ്കിൽ പെട്ടെന്ന് പാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിലോട്ടൊഴിച്ച് നല്ലപോലെ അടിച്ച് പതപ്പിച്ച് ഗ്ലാസ്സിലോട്ടൊഴിക്കാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പഞ്ഞി പോലുള്ള ഇഡലിയും ചമ്മന്തിയും കാപ്പിയും കൂട്ടത്തിൽ കുറച്ച് ചമ്മന്തിപ്പൊടിയും. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇൻഡക്ഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റായി. ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് നമ്മൾ പവർ 2000 സെറ്റ് ചെയ്ത് ചൂടാക്കണം. വെള്ളം ചൂടായി വരുമ്പം നമ്മുടെ കുക്കറിലോട്ട് കഴുകി വെച്ച അരി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് അടപ്പിൻ്റെ നോബിലൂടെ ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 4 വിസിൽ അടുപ്പിക്കണം. കുക്കറിലെ എയർ എല്ലാം പോയി കഴിഞ്ഞ് വെയിറ്റ് പൊക്കി ചെക്ക് ചെയ്തിട്ട് കുക്കർ തുറക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അരിക്ക് 4 വിസിൽ മതിയായിരുന്നേ. അങ്ങനെ ചോറ് ആദ്യമേ റെഡിയായി. ഇനി നമുക്ക് കറികളിലോട്ട് പോവാം. ഇന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു പരിപ്പ് കറിയാണ് ഞാൻ വെക്കുന്നത്. പരിപ്പും തക്കാളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരല്പം എണ്ണയും ചേർത്ത് കുക്കറിൻ്റെ ലിഡ് അടച്ച് പവർ സെറ്റ് ചെയ്ത് നോബിലൂടെ ആവി വരുമ്പം വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരു 5 വിസിൽ കറി റെഡിയായി. പരിപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് അധികമുള്ള വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അവസാനം കടുക് പൊട്ടിച്ച് താളിച്ചൊഴിച്ചാൽ നമ്മുടെ കറി സെറ്റ്. അതിന് വേണ്ടിയിട്ട് അടി ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു തട്കാപ്പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാക്സിമം പവർ കുറച്ച് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കടുക് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ കടുക് താളിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ അടുത്ത് വെച്ചിട്ട് വേണം ചെയ്ത് തുടങ്ങാൻ. ഒന്നും മാറിപ്പോയാൽ മതി, എല്ലാം കരിയും. അങ്ങനെ ഈസി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പറ്റും. ഗ്യാസ് ഇല്ലാന്ന് കരുതി മീൻ വാങ്ങിക്കാവുന്നിരിക്കണ്ട. നല്ല മൊരിഞ്ഞ രീതിയിൽ മീൻ നമുക്ക് ഇൻഡക്ഷനിലും വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു അയൺ കടായിയാണ് എടുത്തിരിക്കുന്നത്. പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പം എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നമ്മുടെ മീൻ വെച്ച് അടച്ച് നല്ല പോലെ ഒരു സൈഡ് വേവിച്ചെടുക്കണം.
ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. മീൻ കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പം നമ്മൾ ഗ്യാസിൽ ഫ്ലെയിം കുറയ്ക്കത്തില്ലേ, അതുപോലെ ഇൻഡക്ഷനിൽ പവർ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. നല്ല മൊരിഞ്ഞ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറന്നപ്പോൾ 2 ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ കരുതി ബീട്രൂട്ട് തോരനും കൂടെ ആക്കാന്ന്. നല്ല അടി കെട്ടിയുള്ള പാത്രം വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കൊച്ചുള്ളിയും ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലിട്ട് കുനുകുനാ അരിഞ്ഞ ബീട്രൂട്ടും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് പവർ മാക്സിമം കുറവാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ തോരന് ആവശ്യമായ ഉപ്പും തേങ്ങയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കണം. ഗ്യാസിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്തിലും വളരെ കുറച്ച് സമയം മതി ഇൻഡക്ഷനിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ. തോരൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരനും ഞൊടിയിടയിൽ റെഡി ആയിട്ടുണ്ട്. ചോറും കറിയെല്ലാം ആയിട്ടുണ്ട്. ഇനി കുടിക്കാനുള്ള വെള്ളം കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീൽ ചരുവമാണ് എടുത്തിരിക്കുന്നത്. 2000 പവറിൽ സെറ്റ് ചെയ്താൽ വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടും. അങ്ങനെ ഉച്ചക്കത്തെ കാര്യമെല്ലാം കറക്റ്റ് സമയത്തിന് കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കാക്കണം. രാത്രിയിലേക്ക് നമുക്ക് പൂരി ബാജി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ ഇൻഡക്ഷനിൽ വെച്ച് ഓണാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ട് കുറച്ച് കടലപ്പരിപ്പും ചേർത്ത് വറ്റൽമുളകും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് പച്ചമണം മാറുമ്പോൾ ഇൻഡക്ഷൻ ഓഫ് ചെയ്യണം. കാരണം ഇൻഡക്ഷൻ ഓൺ ആയിരിക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടി ഇട്ടാൽ ചിലപ്പോൾ ആ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻഡക്ഷൻ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇൻഡക്ഷൻ ഓഫ് ആയാലും നമ്മുടെ പാത്രം നല്ല ചൂടായിരിക്കും. ആ ചൂടിൽ തന്നെ പൊടി നല്ലപോലെ മൂത്ത് കിട്ടും. ഇനി ഇൻഡക്ഷൻ ഓൺ ചെയ്ത് ഒരു മീഡിയം പവർ സെറ്റ് ചെയ്ത് പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ച സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഒക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതാ ഈ ഇലയാണ് ഞാനിന്ന് കറിയിലിടുന്നത്. ഈ ഇലയുടെ പേരെന്താണെന്നറിയാവോ? നല്ല മണമാണ് ഇത് കറിയിലിട്ട. ഇനി ഒരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണേ. ഈ സമയം ആദ്യത്തെ വിസിൽ ഹൈ പവർ ഇട്ടടിച്ചു. ബാക്കി 3 വിസിൽ ലോ പവർ ഇട്ടാണ് വിസിലടിപ്പിച്ചത്. ആവിയൊക്കെ പോയതിനു ശേഷം നമ്മുടെ കുക്കർ തുറന്നു നോക്കിയപ്പം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ രാത്രിയിലേക്കുള്ള കറി റെഡിയായി. കറി ആയല്ലോ, ഇനി നമുക്ക് വേഗം പൂരി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അയൺ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2000 പവർ സെറ്റ് ചെയ്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുത്തു. ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ പൂരിയിട്ട് പൊള്ളിച്ചെടുക്കണം. ഇതുപോലെ പൊങ്ങി വരും. ഇൻഡക്ഷനിൽ വെച്ചാലും പൂരി ഇതുപോലെ ബലൂൺ പോലെ പൊങ്ങി വരുമെന്ന് മനസ്സിലായില്ലേ? പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയാലോ അല്ലെങ്കിൽ ഗ്യാസ് കിട്ടിയില്ലെങ്കിലോ നമുക്ക് ഇൻഡക്ഷനിൽ നമുക്ക് 3 നേരത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് കണ്ടില്ലേ? അതിന് ഇൻഡക്ഷന് ചേരുന്ന പാത്രം ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്താഴത്തിന് നല്ല ചൂട് പൂരി ബജിയും റെഡിയായി. ഇനി എന്തിനാ താമസിക്കുന്നേ? ഒരു പീസ് മുറിച്ച് നമ്മുടെ കറിയിൽ മുക്കി അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ഇനി ഇൻഡക്ഷനിൽ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ കാണിച്ചു തരാം. ചായ ഇടാൻ ഞാനിവിടെ വിനോദിൻ്റെ സാൻഡ്വിച്ച് ബോട്ടം സോസ് പാനാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കട്ടിയുള്ളതിനാണ് സാൻഡ്വിച്ച് ബോട്ടം എന്ന് പറയുന്നത്. ഇത് ഇൻഡക്ഷന് വളരെ യോജിക്കുന്നതാണ്. ഇരുമ്പിൻ്റെ എല്ലാ പാത്രവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം നമുക്ക് ഇൻഡക്ഷനിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനും ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാം. ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയും യൂസ് ചെയ്യാൻ പറ്റും. കടുക് തളിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ചെറിയ തടുക്കയും യൂസ് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തടുക്ക പാനാണ്. അടിവശം നല്ല കട്ടിയുള്ളതാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻഡക്ഷൻ ബേസ് ആണെന്ന്. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 3 ലെയർ കടായിയാണ്. ഇതും ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാം. ഇതും സ്റ്റീലിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നൊരു പാത്രമാണ്. ഇതിന് ബേസിന് കുറച്ച് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. അതുകൊണ്ട് പവർ കുറച്ച് വേണം യൂസ് ചെയ്യാൻ. സ്റ്റീലിൻ്റെ കുക്കർ യൂസ് ചെയ്യുന്നതും സേഫാണ്. ഇനി ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത പാത്രങ്ങളെ പറ്റി പറഞ്ഞുതരാം. അലൂമിനിയം പാത്രങ്ങളൊന്നും ഇൻഡക്ഷനിൽ പറ്റത്തില്ല. അലൂമിനിയം പാത്രം വെച്ചാൽ ഇതുപോലെ അലാം അടിക്കും. അതല്ലെങ്കിൽ സ്റ്റീൽ ബേസ് ആയിട്ടുള്ള അലൂമിനിയം പാത്രം യൂസ് ചെയ്യണം. മൺപാത്രങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല.
മൺപാത്രങ്ങൾ വെച്ചത് ഇതുപോലെ അലാറം അടിക്കും. ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രം ഒന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഒരു കാന്തം ആ പാത്രത്തിൻ്റെ അടിയിൽ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. കാന്തം പിടിച്ചാൽ അത് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് പ്ലഗ് ഊരിയിട്ടിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ. തുണി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി, ക്ലീനായി കിട്ടും. കറണ്ട് ബില്ല് കൂടാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന 1-2 കാര്യം പറഞ്ഞുതരാം. ചായ തിളപ്പിക്കുമ്പം ആദ്യം തന്നെ 2000 പവറിലിട്ട് തിളപ്പിക്കരുത്. കുറഞ്ഞ പവർ യൂസ് ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞ് പാലൊന്ന് തിളച്ച് വരുമ്പം ആ പവർ കുറച്ചുകൂടെ കുറച്ച് കൊടുത്താൽ പാല് തിളച്ച് പൊങ്ങി വീഴത്തുമില്ല. കറണ്ടിൻ്റെ യൂസേജ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യുമ്പോൾ പാത്രം ഇൻഡക്ഷനിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇൻഡക്ഷൻ ഓൺ ചെയ്യാവൂ. കാരണം ഇൻഡക്ഷൻ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം പാത്രം എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടെ അവിടെ കറണ്ട് യൂസേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഓഫ് ആക്കാതെ പാത്രം നമ്മൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യരുത്. ഇൻഡക്ഷൻ ഓഫ് ആക്കിയാലും മെയിൻ സ്വിച്ച് ഉടനെ ഓഫ് ആക്കരുത്. കാരണം ഇൻഡക്ഷൻ്റെ ഉള്ളിലുള്ള ഫാൻ അപ്പോഴും വർക്കിംഗ് ആയിരിക്കും. ആ ഫാനിൻ്റെ സൗണ്ട് ഓഫ് ആയതിനു ശേഷം മാത്രമേ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാവൂ. പാല് തിളപ്പിക്കാനോ ചപ്പാത്തിയോ ദോശയോ ഉണ്ടാക്കാനോ ഇൻഡക്ഷൻ തന്നെ ഓൾറെഡി ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടൺ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഇലക്ട്രിസിറ്റി ലാഭിക്കാം. എപ്പോഴും ഹൈ പവർ മാത്രം നമ്മൾ യൂസ് ചെയ്യരുത്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ കുറച്ച് യൂസേജ് അവിടെ കുറയുന്നു. ഇതുവഴി കറണ്ട് ബില്ല് ഒരു പരിധിവരെ കുറയ്ക്കാം. ഇൻഡക്ഷനിൽ മാക്സിമം ഫ്ലാറ്റ് ബോട്ടമുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്ലാറ്റായിട്ടുള്ള ബോട്ടം യൂസ് ചെയ്താൽ അതുവഴി പെട്ടെന്ന് പാത്രം ചൂടാകുകയും പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് തീർക്കാനും പറ്റും. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന മീനോ പച്ചക്കറിയോ പാലോ ഒക്കെ തണുപ്പ് മാറ്റിയതിന് ശേഷം കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണം. കുക്കിങ്ങിൻ്റെ ടൈമിൽ ഇടയ്ക്ക് നമ്മൾ പാത്രം മൂടി വെച്ച് കുക്ക് ചെയ്യണം. അതുവഴി കുക്കിങ്ങിൻ്റെ സമയവും കുറയ്ക്കാൻ പറ്റും. അവിടെ കറണ്ടിൻ്റെ യൂസേജും കുറയുന്നു. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ബേസിൻ്റെ വലുപ്പം ഇൻഡക്ഷൻ കോയിലിൻ്റെ വലുപ്പത്തിന് യോജിച്ചതായിരിക്കണം. അപ്പോൾ ഇനി ഗ്യാസ് തീർന്നു പോയാലോ വരാൻ താമസിച്ചാലോ പേടിക്കേണ്ട. ഇൻഡക്ഷൻ ഉണ്ടെങ്കിൽ 3 നേരത്തെ ആഹാരം നമ്മുടെ അടുക്കളയിലെ പണികളായി തകൃതിയെ നടന്നോളൂ. കൊറോണ സമയം നമ്മൾ ന്യൂസിൽ സ്ഥിരം കേൾക്കുന്ന ഒരു സെന്റൻസ് ആയിരുന്നു, ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഭയം വേണ്ട സ്മാർട്ട് വർക്ക് മതി. നമുക്ക് ഈ സിറ്റുവേഷനും കടന്നു പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റിലൂടെ ആ ഇഷ്ടം എന്നെ അറിയിക്കണേ. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.